ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് മുന്തിരിത്തോട്ടത്തിലെ പണിക്കാരുടെ ഉപമയാണ്. അതായത് ഈശോ ഒരു ഉപമ പറയുകയാണ്. ഒരു മുന്തിരിത്തോട്ടത്തിലെ യജമാനൻ അദ്ദേഹം രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. 3-ാം മണിക്കൂറിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ ആളുകൾ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കാണുന്നു. അവരെ അദ്ദേഹം ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് അവരെ തോട്ടത്തിലേക്ക് പണിക്ക് അയക്കുകയാണ്. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ ജോലിയില്ലാതെ വെറുതെ നിൽക്കുന്ന ആളുകളെ കാണുന്നു. ഒരു എഗ്രിമെന്റ് വെച്ച് ന്യായമായ വേതനം തരാം എന്നുള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് അവരെ തോട്ടത്തിലേക്ക് അയക്കുന്നു. അവസാനം ജോലി സമയം കഴിയുമ്പോൾ അവസാനം വന്നവർക്ക് മുതൽ ആദ്യം വന്നവർക്ക് വരെ അങ്ങനത്തെ ഒരു ഓർഡറിൽ ഇദ്ദേഹം ഇവർക്കുള്ള കൂലി കൊടുക്കുകയാണ്. കൂലി കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നവർക്കാണ് ആദ്യം ലഭിക്കുന്നത്. അപ്പൊ ഈ ആദ്യം വന്നവർ എന്ത് വിചാരിച്ചു? അവർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ കൂലിക്കാശ് ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്ന് ആദ്യം വന്നവർ കരുതി. അങ്ങനെയാണ് വചനത്തിൽ പറയുന്നത്. അവരങ്ങനെ കരുതി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അവര് നോക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നവർക്ക് കിട്ടിയ അതേ കൂലി തന്നെയാണ് ഞങ്ങൾക്കും കിട്ടുന്നത്. ഒരു ധനാറ് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടുന്നത്. അപ്പോ അവര് ഈ യജമാനെതിരെ പിറുപിറുക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് ഞങ്ങൾ കരുതി. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്നും കൂടുതൽ കിട്ടുമെന്ന് കരുതുന്നതാണ് ഈ പ്രശ്നം, അല്ലെ? നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞാൻ കുറെ പ്രാർത്ഥിക്കുന്നതാണ്, ഞാൻ അവനേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ്, ഞാൻ ഇവളേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ്, അപ്പൊ എനിക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുമായിരിക്കും, കൂടുതൽ ബ്ലെസ്സിങ്സ് കിട്ടുമായിരിക്കും എന്നൊക്കെ കരുതുന്നതാണ് പ്രശ്നം. ഈശോ പറയുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈ ഉപമയിലെ യജമാനെ പോലെ ഈശോ പറയുകയാണ്, എനിക്കുള്ള നന്മകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലെന്നാണോ നീ കരുതുന്നത്? സ്നേഹമുള്ളവരെ, ന്യായമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. ആ ദൈവത്തിൽ നിന്നുള്ള ന്യായമായ അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.